ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു നാട്ടിലെ രണ്ട് നിയമങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ചിലപ്പോൾ മനസ്സിലായേക്കാം. ആസ് എ വണ്ടിപ്രാന്തൻ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി വാഹനം മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇത് ഞാൻ പറഞ്ഞതല്ല, ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കേരളത്തിൽ ഒരു കൊലപാതകത്തെക്കാളും വലിയ തെറ്റാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട പൈസയ്ക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പണിഞ്ഞെടുത്താൽ അതെങ്ങനെയാണ് സാർ തെറ്റാകുന്നത്? ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് മാർക്കറ്റിൽ എത്തുന്ന പാർട്സ് നമ്മൾ പണം കൊടുത്ത് വാങ്ങി വെച്ചാൽ അത് തെറ്റ്. ചൂടിൽ നിന്നും രക്ഷയ്ക്കായി കൂളിംഗ് ഫിലിംസ് ഒട്ടിക്കാമെന്ന് കോടതി പറഞ്ഞു. പക്ഷെ നമ്മുടെ ഗതാഗത മന്ത്രി കോടതിയെക്കാളും പവർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. ആ പരിപാടി അവതരിപ്പിക്കുന്നല്ല. പുറകിൽ നിങ്ങൾ 70% വിസിബിലിറ്റികൾ ഒട്ടിച്ചുള്ളൂ. ഫ്രണ്ട് ഗ്ലാസിൽ സണ്ണ് കെട്ടിയാൽ മേലങ്ങൾ ഒട്ടിക്കാന്നുള്ള താഴോട്ട് ഫിലിം ഒട്ടിക്കാൻ അനുവദിക്കുന്നല്ല. ഇതെങ്ങനെ നടപ്പിലാക്കാൻ വെച്ചോ കാപ്പത്തിന്റെ ആശയം പറഞ്ഞ് ഞാൻ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം ആരാണോ ഈ സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിച്ചു കൊടുത്തത് അയാളുടെ ലേബൽ കൂടി ഇതിന്റെ സൈഡിൽ വെക്കണം. അനധികൃതമായി ഈ പറഞ്ഞ കോടതി ഉത്തരവിന് വിരുദ്ധമായി 50% കൂടുതലും 70%-ഓളമുള്ള കൂടുതലായ ഒരു ഫിലിം ഫ്രണ്ട് ഗ്ലാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒട്ടിച്ചു കൊടുത്ത ആളുടെ പേര് നടപടിയെടുക്കാൻ അടിയന്തര നിർദ്ദേശം വരും. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടിയന്തരമായി ഉത്തരവ് വരും. 2018 പ്രളയം, 2024 ഉരുൾപൊട്ടൽ, ഈ രണ്ട് ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും നമ്മുടെ ഗവൺമെന്റ് ഒരു മെസ്സേജ് പുറത്തുവിട്ടു. 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് സ്പോട്ടിൽ എത്തണമെന്ന്. പിന്നീട് ഈ രണ്ട് ദുരന്തങ്ങളിലും മനുഷ്യജീവൻ രക്ഷിക്കാനായി പാഞ്ഞു നടന്നത് ഇതേ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങളായിരുന്നു. അപ്പൊ ആവശ്യമുള്ളപ്പോൾ ഓടിക്കോ, അല്ലാത്തപ്പോൾ ഓടിച്ചിട്ട് പിടിച്ചോ എന്നാണല്ലേ. കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഈ ഒരു കലയെ മാത്രം പ്രോത്സാഹിപ്പിക്കാനും ഇതിനായി ഒരു അവസരങ്ങൾ തുറന്നു കൊടുക്കാനും അധികാരികൾ ആരും തന്നെ തയ്യാറാകുന്നില്ല. പുതിയ ഗതാഗത മന്ത്രി കയറിയപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാണ്ടായി. ഇനി ഈ പറഞ്ഞ മന്ത്രിയുടെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉപദ്രവം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു പ്രസ്ഥാനമുണ്ട്. കോവിഡ് സമയത്ത് എല്ലാവരും സുരക്ഷിതരായിരുന്ന സമയത്തും അന്യസംസ്ഥാന സഹോദരങ്ങളെ കൊണ്ട് അങ്ങോട്ടും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളുടെ സഹോദരങ്ങളെ കൊണ്ട് ഇങ്ങോട്ടും നഷ്ടങ്ങൾ നോക്കാതെ ജീവൻ പണയപ്പെടുത്തി ഓടിയ ഒരു പ്രസ്ഥാനം. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ആഹാരമില്ലാതെ, ഉറക്കമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ തിരികെ വരാൻ കഴിയുമോ എന്ന് പോലും അറിയാതെ കർണാടകയിലും മറ്റും പെട്ടുകിടന്ന കുറെ മനുഷ്യജീവനുകൾ. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു പ്രസ്ഥാനമാണിത്. എല്ലാം കഴിഞ്ഞ് വണ്ടി പണിഞ്ഞ് ഓടി തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് കളർ കോഡ് എന്നൊരു ഗിഫ്റ്റ് കൊടുത്തു. അതും നോട്ട് നിരോധനം പോലെ ഒറ്റ ദിവസം കൊണ്ട്. ഒരു കാർ ഫുൾ ബോഡി പെയിന്റ് ചെയ്ത് ഇറങ്ങാനായി മിനിമം 50,000 രൂപ വേണം. അപ്പോൾ ഒരു ബസിന്റെ എത്രാവെന്ന് ചിന്തിക്കാലോ അല്ലേ നമുക്ക്. ഇനി ആ കളർ കോഡ് വരാനുള്ള കാരണം കൂടെ പറയാം. വടക്കാഞ്ചേരി അപകടം, ടൂറിസ്റ്റ് ബസ് KSRTC ബസിന്റെ പിന്നിലിടിച്ചുണ്ടായ അപകടം. 9ഓളം കുട്ടികൾ മരണപ്പെട്ടു, 38ഓളം ആളുകൾക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നു. തെറ്റ് ആരുടെ ഭാഗത്തായിരുന്നു? രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളെ ഇറക്കാനായി സഡൻലി ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തിയ KSRTC ബസിന്റെ പിന്നിലേക്ക് 90 മൈൽ സ്പീഡിൽ വന്ന ബസ് ഇടിച്ചു കയറുകയായിരുന്നു. CCTV വിഷ്വൽസ് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പക്ഷെ ശിക്ഷ കിട്ടിയത് ആർക്കാണ്? നാടിനെ നടുക്കിയ അപകടം, ഉത്തരവാദികൾ 2 ഡ്രൈവർമാർ. ശിക്ഷ കിട്ടിയത് ടൂറിസ്റ്റ് ബസ് ഡ്രൈവർക്ക്. മാസങ്ങളോളം ആ വാഹനം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടു. അപകടമുണ്ടാവാൻ കാരണക്കാരനായ ഡ്രൈവറും KSRTC ബസും പുതുക്കിപ്പണിഞ്ഞ് കേരളത്തിന്റെ റോഡുകളിലേക്ക് പാഞ്ഞു തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് അന്നത്തെ ഗതാഗത മന്ത്രി ടൂറിസ്റ്റ് ബസ്സുകളിൽ വെള്ള പെയിന്റും നടുക്കൊരു നീല വരയും വരച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാകുമെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. എടുത്തിട്ട ഓട്ടങ്ങൾ ഓടാൻ കഴിയാതെ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോയി ആ ഒരു പ്രസ്ഥാനം. വീണ്ടും ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് KSRTC വിനോദയാത്ര എന്നൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലും ഒരു സംശയമുണ്ട് സാർ. വിനോദയാത്ര എന്നൊരു ബോർഡും വെച്ച് ഒരു സ്പീക്കറും കെട്ടിവെച്ച് ലൈറ്റും വെച്ച് ഓടുമ്പോൾ അത് ഈ നിയമവിരുദ്ധമാവില്ലേ സാർ? കമ്പനി 80 km/h സ്പീഡ് പറഞ്ഞ വണ്ടി കേരളത്തിലെ റോഡുകളിൽ ഓടുമ്പോഴത്തേക്കും 60 km സ്പീഡായി. അതും KSRTCക്ക് ബാധകമല്ല. അവർക്ക് 110 സ്പീഡ് ലിമിറ്റ്. ഓട്ടമെടുത്ത് യാത്രക്കാരെ കയറ്റി അവർക്ക് എത്തേണ്ട സമയത്ത് ഓടി എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ജനങ്ങളുടെ സമയം കട്ടെടുത്ത് പായുന്ന ഏമാമാർക്ക് അറിയാമോ? അരമണിക്കൂർ താമസിച്ചാൽ അവർക്ക് ആഹാരം കഴിക്കേണ്ട സമയം വൈകും, കാണേണ്ട സ്ഥലങ്ങൾ കുറയും. ഇതൊക്കെ കൊണ്ട് ആ പ്രസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ സാറുമാർക്ക് അറിയാമോ? കളർ കോഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അപകടം കുറയ്ക്കുക എന്നതാണെങ്കിൽ കേരളത്തിൽ ഇതുവരെയായിട്ടും റിപ്പോർട്ട് ചെയ്യാത്തൊരു ന്യൂസാണ് ടൂറിസ്റ്റ് ബസിന്റെ കളർ കണ്ട് എതിരെ വന്ന വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി അപകടമുണ്ടായി എന്നത്. KSRTC ബസ്സിലെ ഇതുപോലുള്ള പരസ്യങ്ങൾ ഒട്ടിച്ചാൽ വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റത്തുമില്ല, ശ്രദ്ധ തെറ്റത്തുമില്ല, പിഴയടിക്കത്തുമില്ല, വഴി തടയലുമില്ല. എന്തായാലും ഇതിനേക്കാളും വൃത്തികേടായി ഞങ്ങളുടെ ഒരു വണ്ടിയിലും സ്റ്റിക്കറോ പെയിന്റോ ചെയ്തിട്ടില്ല. യാത്രക്കാരിരിക്കുക അവരുടെ സമയത്തിന് വില നൽകാതെ വഴിയിൽ തടഞ്ഞ് ലൈറ്റ് ഉണ്ടോ, സ്പീക്കർ ഉണ്ടോ, ടയറുണ്ടോ, ടയറിന് കറുപ്പുണ്ടോ എന്നൊക്കെ നോക്കി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഏമാന്മാർ ഇതൊക്കെ ഒന്ന് കാണണം.